നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. വിവാഹം സ്വർഗ്ഗത്തിൽ നടക്കുന്നുവെന്ന് നമ്മളൊക്കെ പറയാറുണ്ടെങ്കിലും പലപ്പോഴും അത് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരിടമായി മാറാറില്ലേ? പരസ്പരം ജീവനായിരുന്ന രണ്ടുപേർ പിന്നീട് മുഖത്തോട് മുഖം നോക്കാതെ പരസ്പരം കുറ്റപ്പെടുത്തി ഒരു വീട്ടിലെ രണ്ട് അപരിചിതരെപ്പോലെ മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരമുണ്ടോ? ഉണ്ട് സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ഉപദേശമല്ല, ഇത് ശാസ്ത്രമാണ്. ദമ്പതികൾ തമ്മിലുള്ള സംസാരം വെറും 5 മിനിറ്റ് നോക്കിയാൽ അവരുടെ വിവാഹമോചനം 91% കൃത്യതയോടെ പ്രവചിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ജോൺ എം ഗോഡ്മാനിന്റെ ദ 7 പ്രിൻസിപ്പിൾസ് ഫോർ മേക്കിംഗ് മാരേജ് വർക്ക് എന്ന അത്ഭുത പുസ്തകത്തിലെ രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ ദാമ്പത്യം തകർന്നുപോകാതിരിക്കാൻ, അല്ലെങ്കിൽ അത് കൂടുതൽ മനോഹരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ദാമ്പത്യത്തെ തകർക്കുന്ന ആ 4 വലിയ വില്ലന്മാരെക്കുറിച്ചാണ്. ഗോഡ്മാൻ അവരെ വിളിക്കുന്നത് 4 കുതിരക്കാർ എന്നാണ്. ഇതിൽ ആദ്യത്തെയാൾ വിമർശനമാണ്. ഒരു പ്രത്യേക തെറ്റിനെക്കുറിച്ച് പറയുന്നതിനു പകരം നിനക്കെന്താ ഇത്ര ബുദ്ധിയില്ലാത്തത് എന്ന രീതിയിൽ പങ്കാളിയുടെ സ്വഭാവത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്ന രീതി. രണ്ടാമത്തെയാൾ ഇതിലും വലിയ അപകടകാരിയാണ്. പുച്ഛം. കളിയാക്കലിലൂടെയും കണ്ണുരുട്ടലിലൂടെയും കാണിക്കുന്ന വെറുപ്പാണിത്. ഇത് ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ വിഷമാണ്. ഈ വിമർശനങ്ങളും പുച്ഛവും കൂടുമ്പോൾ മൂന്നാമത്തെ കുതിരക്കാരൻ വരും. പ്രതിരോധം. എനിക്കൊരു തെറ്റുമില്ല, നീയാണ് പ്രശ്നക്കാരി എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം ന്യായീകരിക്കുന്ന അവസ്ഥ. അവസാനം ഇത് 4 കൂടിയാകുമ്പോൾ ഒരാൾ ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായി ഒഴിഞ്ഞുമാറും. ഒരു കൽമതിൽ പോലെ നിശബ്ദനാകും. ഇതിനെയാണ് പിന്മാറ്റം എന്ന് വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഈ 4 കുതിരക്കാരുണ്ടെങ്കിൽ അവരെ ഇന്നുതന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്താക്കണം. പകരം എന്തു ചെയ്യണം? നിങ്ങളുടെ ദാമ്പത്യം വിജയിക്കാൻ വലിയ ത്യാഗങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതിനുള്ള 5 മാന്ത്രിക വഴികളിതാ. 1. നിങ്ങളുടെ ലവ് മാപ്പുകൾ പുതുക്കുക. നിങ്ങളുടെ പങ്കാളിയുടെ ഏറ്റവും വലിയ പേടി എന്താണ്? അവരുടെ പുതിയ സ്വപ്നമെന്താണ്? അവർക്ക് ഓഫീസിലെ ഏറ്റവും വെറുപ്പുള്ള വ്യക്തി ആരാണ്? ഇത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മനസ്സിൽ പങ്കാളിയെക്കുറിച്ചുള്ള ഈ മാപ്പ് എപ്പോഴും കൃത്യമായിരിക്കണം. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ എപ്പോഴും ചോദിച്ചറിയുക. 2. നിങ്ങളുടെ വൈകാരിക ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുക. ഒരു ബന്ധം ദൃഢമാകുന്നത് വലിയ അവധിക്കാല യാത്രകളിലൂടെയല്ല, പകരം സൂപ്പർമാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴോ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ പങ്കാളിക്ക് നൽകുന്ന ചെറിയ ശ്രദ്ധകളിലൂടെയാണ്. അവർ സംസാരിക്കുമ്പോൾ മുഖം തിരിക്കാതെ അവർക്ക് ശ്രദ്ധ നൽകുക. ഈ ചെറിയ കാര്യങ്ങളാണ് നാളെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസായി നിങ്ങളെ രക്ഷിക്കുന്നത്. 3. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുക. മിക്ക ദമ്പതികളും സ്ഥിരമായി വഴക്കിടുന്നത് പരിഹരിക്കാൻ കഴിയാത്ത ചില ശാശ്വതമായ പ്രശ്നങ്ങളുടെ പേരിലാണ്. ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം അതിനു പിന്നിൽ നിങ്ങളുടെ പങ്കാളി ഒളിച്ചുവെച്ചിട്ടുള്ള ചില രഹസ്യ സ്വപ്നങ്ങളാകാം. അവരെ കുറ്റപ്പെടുത്താതെ ഒരു സുഹൃത്തിനെപ്പോലെ ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുക. വിട്ടുവീഴ്ചകൾ ചെയ്യുക. ആ പ്രശ്നങ്ങളോട് ഒരു തമാശ രൂപത്തിൽ പ്രതികരിക്കാൻ പഠിക്കുക. 4. പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുക. നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ അഭിപ്രായത്തിനും കൂടി അതിൽ പ്രാധാന്യം നൽകുക. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിക്കാൻ ശീലിക്കണം എന്ന് പുസ്തകം പറയുന്നു. 5. മാജിക് 5 അവേഴ്സ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ദാമ്പത്യം വിജയിക്കാൻ നിങ്ങളുടെ ആഴ്ചയിലെ വെറും 5 മണിക്കൂർ മാത്രം മാറ്റിവെച്ചാൽ മതി. രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കാൻ ഒരു 2 മിനിറ്റ്. വൈകുന്നേരം വരുമ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഒരു 20 മിനിറ്റ് സംസാരം. ഉറങ്ങുന്നതിനു മുൻപ് ഒരു ചുംബനം. ആഴ്ചയിലൊരിക്കൽ പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ഡേറ്റ്. ഇതിനു വലിയ ചിലവുകളൊന്നുമില്ല. ഓർക്കുക, വിവാഹം എന്നത് 2 തികഞ്ഞ മനുഷ്യർ തമ്മിലുള്ള ഒത്തുചേരലല്ല. തെറ്റുകളും കുറ്റങ്ങളുമുള്ള 2 മനുഷ്യർ പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചകൾ ചെയ്ത് സ്നേഹത്തോടെ ഒന്നിച്ചു ജീവിക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ ദാമ്പത്യം. ഇന്നു വൈകുന്നേരം ജോലി കഴിഞ്ഞു വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പങ്കാളിയോടൊരു ചോദ്യം ചോദിക്കുക. ഇന്നു നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ആ ഒറ്റ ചോദ്യം നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റുമെന്ന് നിങ്ങൾ തന്നെ കണ്ടറിയുക. സുഹൃത്തുക്കളെ, ആ 4 വില്ലന്മാരെയും അവരെ നേരിടാനുള്ള 5 മാന്ത്രിക വഴികളെക്കുറിച്ചും നമ്മൾ കേട്ടുകഴിഞ്ഞു. എന്നാൽ അവിടെ തീരുന്നില്ല.
നിങ്ങളുടെ ദാമ്പത്യമെന്ന പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങൾ ഇനിയാണ് വരാനിരിക്കുന്നത്. ജോൺ ഗോട്ട്മാൻ തന്റെ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. കേൾക്കുക. 6. തർക്കങ്ങൾ തുടങ്ങുന്ന രീതി മാറ്റുക. ദ സോഫ്റ്റ് സ്റ്റാർട്ടപ്പ് ആൻഡ് റിപ്പയർ അറ്റംപ്റ്റ്സ്. ഒരു തർക്കം എങ്ങനെ തുടങ്ങുന്നു എന്നതിലാണ് അതെങ്ങനെ അവസാനിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്ന് ഗോട്ട്മാൻ പറയുന്നു. നിങ്ങൾ ദേഷ്യത്തോടെയും കുറ്റപ്പെടുത്തലോടെയുമാണ് ഒരു വിഷയം അവതരിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ അവസാനവും വലിയൊരു സ്ഫോടനത്തിലായിരിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ മൃദുവായി സോഫ്റ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ശീലിക്കുക. നീ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനു പകരം, ഈ വിഷയം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്, നമുക്കത് പരിഹരിക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചു നോക്കൂ. മാത്രമല്ല, തർക്കങ്ങൾക്കിടയിൽ കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു എന്ന് തോന്നുമ്പോൾ അത് ശാന്തമാക്കാൻ ചില ബ്രേക്കുകൾ എടുക്കുക. അവിടെ ഒരു ചെറിയ തമാശ പറയുകയോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം, ഞാനൊന്ന് ശാന്തമാകട്ടെ എന്ന് പറയുകയോ ചെയ്യുക. ഒരു വാഹനത്തിന് ബ്രേക്ക് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ദാമ്പത്യത്തിലെ തർക്കങ്ങളിൽ ഈ ബ്രേക്കുകളും. 7. സ്നേഹവും ആദരവും ഒരു സംസ്കാരമാക്കുക. നർച്ചർ ഫോൺനെസ് ആൻഡ് അഡ്മിറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പുച്ഛം എന്ന വലിയ വില്ലനെ ഇല്ലാതാക്കാൻ ഒരു മറുമരുന്നുണ്ട്. അതാണ് പരസ്പരമുള്ള ബഹുമാനവും അഭിനന്ദനവും. വിവാഹം കഴിഞ്ഞു വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ എപ്പോഴും പങ്കാളിയുടെ പോരായ്മകളിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. അത് മാറ്റുക. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ബോധപൂർവം കണ്ടെത്തുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുക. നീ ചെയ്ത ആ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കും. 8. പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക. സോൾവ് യോർ സോൾവബിൾ പ്രോബ്ലംസ്. ദാമ്പത്യത്തിൽ ശാശ്വതമായ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തീർക്കാവുന്ന ചെറിയ പ്രശ്നങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, വീട്ടുജോലികൾ പങ്കിടുന്നതിലെ തർക്കങ്ങൾ, അല്ലെങ്കിൽ പണം ചിലവാക്കുന്നതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇത്തരം പ്രശ്നങ്ങളിൽ വാശിപിടിച്ചു നിൽക്കാതെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവുക. ഇവിടെ ജയിക്കേണ്ടത് നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ അല്ല, മറിച്ച് നിങ്ങളുടെ ബന്ധമാണ് ജയിക്കേണ്ടത് എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. 9. നിങ്ങളുടേത് മാത്രമായൊരു ലോകം സൃഷ്ടിക്കുക. ക്രിയേറ്റ് ഷെയർഡ് മീനിംഗ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറുമൊരു വീട്ടിലൊന്നിച്ച് താമസിക്കുന്ന 2 പേർ എന്നതിനപ്പുറം നിങ്ങൾ നിങ്ങളുടേതായൊരു സംസ്കാരം സൃഷ്ടിക്കണം. ഞായറാഴ്ചകളിലെ രാവിലെയുള്ള ഒരുമിച്ചുള്ള ചായകുടി, അവധി ദിവസങ്ങളിൽ ഒരുമിച്ച് സിനിമ കാണുന്ന ശീലം, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ മാത്രം പോകുന്നൊരു യാത്ര, അങ്ങനെ നിങ്ങളുടേതു മാത്രമായ ചില ചിട്ടകൾ ഉണ്ടാക്കിയെടുക്കുക. കുടുംബം എന്ന നിലയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഒരുമിച്ച് തീരുമാനിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ദാമ്പത്യമെന്നത് നിങ്ങൾ 2 പേരും ചേർന്ന് എഴുതുന്ന ഒരു മനോഹരമായ തിരക്കഥയാണ്. അതിലൊരൊക്കെ നായകനോ നായികയോ വിചാരിച്ചാൽ ആ കഥ ഒരിക്കലും പൂർണ്ണമാകില്ല. 2 പേർക്കും തുല്യ പ്രാധാന്യമുള്ള 2 പേരും ഒരുമിച്ച് ഡയലോഗുകൾ പറയുന്ന ഒരു കഥയാണത്. ആ യാത്രയിൽ സസ്പെൻസുകളുണ്ടാകാം, അപ്രതീക്ഷിത ട്വിസ്റ്റുകളുണ്ടാകാം, ചിലപ്പോൾ വലിയ പ്രതിസന്ധികൾ വന്നേക്കാം. പക്ഷേ നിങ്ങളുടെ കഥയിലെ കഥാപാത്രങ്ങൾ പരസ്പരം കൈവിടാതെ നിന്നാൽ ആ ക്ലൈമാക്സ് എപ്പോഴും മനോഹരമായിരിക്കും. നിങ്ങളുടെ പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കുന്നതിനു പകരം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ തിരുത്താനും വീഴുമ്പോൾ താങ്ങാനും കഴിയുന്ന മികച്ചൊരു സഹയാത്രികനായി നിങ്ങൾ മാറുക. ഓർക്കുക, പ്രണയം എന്നത് തുടക്കത്തിലെ ആ വലിയ ആവേശമല്ല. വർഷങ്ങൾക്കിപ്പുറവും മുഖത്തെ ചുളിവുകൾക്കിടയിലും യാതൊരു കാരണവുമില്ലാതെ പരസ്പരം നോക്കി ചിരിക്കാൻ കഴിയുന്ന ആ നിമിഷങ്ങളിലാണ് യഥാർത്ഥ പ്രണയം ജീവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ആ മനോഹരമായ തിരക്കഥ നിങ്ങൾ ഇന്നു തന്നെ തിരുത്തിയെഴുതാൻ തുടങ്ങട്ടെ. ആ യാത്രയിൽ നിങ്ങൾക്കെല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷമായിരിക്കുക, പരസ്പരം സ്നേഹിക്കുക.